അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്ക് സുഖമാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ. ഇപ്പോഴ് ഇന്നലെ വൈകിട്ട് പഞ്ചായത്തിൽ മക്കളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പോയി മേഡത്തിൻ്റെ അടുത്ത് സംസാരിച്ച് ഇന്നിപ്പം രാവിലെ ഉറക്കം എണീച്ച ഉടനെ മേഡത്തിനെ വിളിച്ചു. എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പണ്ട് ഞാൻ അടിച്ച കാര്യമാണ് പറയണത്. പണ്ട് എന്ന് വെച്ചാൽ മോള് പഠിക്കാത്തതിന് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടൊന്നുമില്ല. അത് ഈ ചെറിയ കുരുത്തക്കേടും പഠിക്കാതിരിക്കുമ്പോഴും എല്ലാ തള്ളമാരും അടിക്കും പോലെ തന്നെയാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവൾക്ക് 3 പേർക്ക് ചെറിയ പണിഷ്മെൻറ്റ് കൊടുക്കും. എങ്ങനെ? ഞാൻ റബ്ബർ വിളയിൽ പാലെടുത്തിട്ട് വരുമ്പോഴും നൈറ്റി കച്ചവടം ചെയ്തിട്ട് വരുമ്പോഴും 3 അടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് വയ്ക്കും. അപ്പം ഞാൻ കുറച്ച് നേരം പറയും അങ്ങനെ നിന്നേ പറ്റൂ. കാരണം എന്താണ്, അവർ നാളെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ. അന്ന് ഈ തള്ള എവിടെ പോയിരുന്നു? അന്ന് ഈ ഉമ്മ എവിടെ പോയിരുന്നു? ഞാൻ എന്തുകൊണ്ട് 4-4.5 വർഷം ഒരു പോലീസിൻ്റെ വീട്ടിൽ താമസിച്ചു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് താമസിച്ചതെന്നറിയാമോ? ഇവരെ ശല്യം കാരണം. ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാത്തത്? ഇവരെ ഇതുകൊണ്ട്. ഞാനൊരു സമയത്ത് ഇവരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ 3 മക്കളെ നിങ്ങൾ നോക്ക്, വാടക വീട്ടിൽ വന്ന് നോക്ക്. ഇവിടെ നൗഫലും എല്ലാവരുമായിട്ടും പ്രശ്നം. അപ്പോൾ വാടക വീട്ടിൽ വന്ന് നോക്ക്. ഞാനല്ല, ഉമ്മയും അവർ ഫാമിലിയായിട്ട് പ്രശ്നം. അവിടെ വന്ന് നോക്ക്. അപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞതാണ്, അവനോൻ്റെ മക്കളെ വേണമെങ്കിൽ അവനോ നോക്കിയോളൂ, കണ്ടോൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ പറ്റൂല. ഇന്ന് അവൾ കുളിക്കാറായി, കഴിവാറായി. മസ്റൂറാക്കൊരു കാലഘട്ടമുണ്ടായിരുന്നു, മുത്തുമോനുണ്ടായിരുന്നു, മിച്ചുമോനുണ്ടായിരുന്നു. ജന്മം നൽകിയ വാപ്പായ അവൾ ആണയിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മ ഇപ്പം കൂട്ടി മുട്ടിച്ചു കൊടുത്തു. അവൾക്ക് എന്താണ് അവൻ സംരക്ഷണം കൊടുത്തിട്ടുള്ളത്? അവനിക്ക് ഏറ്റവും ഉള്ള ഒരു പെങ്ങളുണ്ട്, മഞ്ജു എന്നാണ് പറയുന്നത്, മൻസില. അപ്പോൾ ആ കുട്ടീനെ അടിച്ചിട്ട് ആ നാക്കെടുക്കാ പ്രാണിയെ അടിച്ചിട്ട് കുടിച്ചിട്ട് വന്നിട്ട് ഭാര്യരെ ഇപ്പം കെട്ടിയോളാം വാക്കും കേട്ട് അടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് അവനെ. അതാര് പറഞ്ഞു? റഹീമിൻ്റെ ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ പബ്ലിക്കിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കുടിച്ച് 4ാം കാലിൽ കുടിച്ചാണ് തൊലയാക്ക് ചെല്ലിയത്. എൻ്റെ 2ാമത്തെ ജീവിതം തകർത്തതും അവനാണ്. മകളെയും ഭാര്യനെയും കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഇന്ന് 9 ലക്ഷം രൂപ അടുപ്പിച്ച് ജപ്തി കെട്ടോണ് ഈ വീട്. അന്ന് ഞാൻ തള്ളേരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ മുമ്പ് ഞാൻ വീട് വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം തരണം. മസ്റുമോളെ എന്തിവിടെ ആക്കാത്തത്? മുത്തുമോനെ എന്താക്കാത്തത്? മുത്തുമോൻ എന്തുകൊണ്ട് തിരിച്ചു വന്നു? പിന്നെ വേറൊരു കാര്യം, എൻ്റെ വാപ്പാക്ക് സ്ട്രോക്ക് വന്ന് കൈവിറയിലാണ്, വരുമാനമൊന്നുമില്ല. മോളെ എങ്ങനെ പഠിപ്പിക്കും? ആര് പഠിപ്പിക്കും? ഗവൺമെൻറ് പഠിപ്പിക്കും. അതെ, ഗവൺമെൻറ് ഭാവി ഇത് നടക്കും. അടിനോടിൻ്റെ പ്രശ്നമുണ്ട്, ചെവിക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തോളാണ് ഞാൻ. മൂക്കി പ്രശ്നം, ഇതൊക്കെ പബ്ലിക്കിലുണ്ട്. 1 രൂപ നിവർത്തിയില്ലാത്ത സമയത്ത് ഇവരുടെ അടുത്ത് വന്ന് ചോദിച്ചു ഒരു 5000 രൂപ തന്നിട്ടില്ല. തെണ്ടിപ്പറക്കി. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഷംസു പോയി. എൻ്റെ ഉമ്മ എന്നെ അടിച്ചിട്ടില്ലേ? അടി വയറ്റിൽ വരെ ചവിട്ടിയിട്ടുണ്ട് ഉമ്മ. കൊങ്ങ കയറി പിടിച്ചിട്ടുണ്ട് ഉമ്മ. ഞാൻ എന്തുകൊണ്ട് ഉമ്മച്ചിമാരുടെ അടുത്ത് നിന്ന് വളർന്ന്? ഉമ്മച്ചിമാരുടെ അടുത്ത് നിന്ന് വളഞ്ഞാൽ അത്രയ്ക്ക് ഇത്ര വിലയുണ്ടാവും. കാരണം തള്ളമാരാകുമ്പം പഠിക്കാൻ പറയും, ശാസിക്കും, മൊബൈൽ യൂസ് ചെയ്യാൻ കൊടുക്കൂല. ഇതങ്ങനെ അല്ല. ഇന്നലെയും പല കോളുകൾ വിളിക്കുമ്പോഴും മോളാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്തിനൊരു കുട്ടിക്ക് അങ്ങനെ ഫോൺ കൊടുക്കുന്നു? ഞാൻ ഇവിടെ വരുമ്പോൾ ചോദിക്കും, നീ എന്തിന് ഷാഹിദാമാരെ ഫോൺ യൂസ് ചെയ്യുന്നു? 4ാം തീയതി അവൾക്കൊരു കൗൺസിലിംഗ് ഉണ്ട്, പഞ്ചായത്ത് ഇന്നലെ പറഞ്ഞു. കൗൺസിലിംഗ് ഒക്കെ കഴിയാനുള്ള അവളെ ഷെറിൻ സ്കൂളിലൊക്കെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളെ ദേഹത്ത് മുമ്പ് ഇവിടെ 2 അടയാളം ഉണ്ട്. അത് വെച്ചിട്ടാണ് എന്തോ ഇനി പറയണത്. ഈ പിള്ളേർ വീഴുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ അടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടില്ല എന്ന് പറയണില്ല. മുത്തുമോനെയും മിച്ചുമോനെയും അടിച്ചിട്ടുണ്ട്. നിങ്ങളെ മക്കളെ അടിക്കൂലേ? കാരണം എനിക്ക് അന്നേ കളയാമായിരുന്നെങ്കിൽ അവരെയൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ സുഖം തേടി പോവാമായിരുന്നു. ഉറങ്ങിയിട്ടില്ല എന്നല്ല, അറിയാമോ? ഒരു മരിച്ചുപോയ കൊച്ചിനെടാ റഹീമേ, നിനക്ക് അങ്ങനെ ഒരു കുട്ടിയിൽ അവകാശം ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ ആ കബറിൽ കിടക്കണേന് ഒരു കബറിലൊരു നോക്കിയിട്ടുണ്ടാടാ പട്ടി. ഞാൻ നിൻ്റെ അടുത്ത് നാട്ടിൽ വന്ന് ആ കൊച്ചിനെ ഒന്ന് കാണാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞെന്തിനാണ് നിൻ്റെ വാപ്പ ജമാൽ സമ്പാദിച്ചു വെച്ചേക്കണമെന്ന്. ആ കൊച്ചു ചെറുതായിട്ടൊന്ന് മൂളോരുന്ന്. എല്ലാവരും എടുത്ത് കളയാൻ പറഞ്ഞു. മാംസകഷ്ണമാണെങ്കിൽ ഞാൻ നോക്കുമായിരുന്നു. എൻ്റെ മോക്ക് ഇപ്പോഴാകുമ്പോൾ കുറേ സ്വാതന്ത്ര്യം അങ്ങ് കിട്ടി. എങ്ങനെ? പഠിക്കണ്ട, മൊബൈൽ കാണാം, പിന്നെ ബാക്കി കാര്യങ്ങൾ. മോള് കള്ളം പറയാൻ പഠിച്ച് പഞ്ചായത്തിൽ പോയി ഇതിന് മുമ്പേ കണ്ട മൊഴി കൊടുത്തത്. അത് 3 മക്കളെയും കൊണ്ടുപോയി. എന്നിട്ട് ആ ബുദ്ധിയുള്ള മിസൻ എൻ്റെ അടുത്ത് പറഞ്ഞു,
തള്ള നിങ്ങൾക്ക് യോഗ്യതയുണ്ടാ? നിങ്ങൾക്ക് വല്ല വരുമാനം ഉണ്ടാ? നിങ്ങൾ എന്നെ നല്ലോണം സംരക്ഷിച്ചിട്ടുണ്ടാ? എന്നെ പഠിപ്പിച്ചിട്ടുണ്ടാ? ഏതള്ളേ? നിങ്ങൾ സ്കൂളിൽ എന്നെ നാണം കെടുത്താൻ വരൂലായിരുന്ന തള്ളേ? ഇത് വേറെ കുറ്റങ്ങളൊന്നുമല്ല. എൻ്റെ വാപ്പ അത്തുവാണ്. എൻ്റെ വാപ്പാക്കൊന്നും അറിഞ്ഞൂടാ. ഈ ബീൻ ഫാമിലിയിൽ കൊടുത്ത വോയിസ് തന്നെ ഞാൻ തള്ളയെ കേൾപ്പിച്ചപ്പോഴത്തേക്കും, തന്തേനെ കേൾപ്പിച്ചപ്പോൾ എനിക്ക് ഇതൊന്നും അറിഞ്ഞൂടാ മോളെ. എൻ്റെ വാപ്പ ഒരു അത്തു മനുഷ്യനാണ്. നിങ്ങൾക്ക് നിങ്ങളെ ആമക്കൾ കടം തീർക്കുന്നുണ്ടാ? എങ്കിൽ എന്നെ കൊണ്ട് ഇത്ര നിങ്ങൾ ലോൺ എടുപ്പിക്കൂ പാർട്ടി ലെവലിൽ നിന്ന്. എൻ്റെ 5.5 പവൻ്റെ സ്വർണ്ണം എവിടെ പോയി തള്ളേ? ഇതൊക്കെ എന്തുകൊണ്ടാണ് പബ്ലിക്കിൽ വന്നതെന്നറിയാമോ? നിങ്ങൾ എന്നെ പബ്ലിക്കിൽ, ഞാനായിട്ടല്ല നിങ്ങളായിട്ട്, എന്നെ മോശ സ്ത്രീയായിട്ട് ചിത്രീകരിച്ചു. നിങ്ങൾ എന്നിൽ ബന്ധമില്ലെങ്കിൽ എൻ്റെ മകളിൽ ബന്ധം വയ്ക്കാൻ പാടില്ല. റഹീമിനെ കാണിക്കാൻ പാടില്ല. റഹീമിനെ എടുക്കാൻ പാടില്ല. റഹീം 3 കൊച്ചുങ്ങളുള്ളൊരു പെണ്ണിനെയാണ് വിളിച്ചുകൊടുക്കുന്നത്. അവൻ്റെ കൊച്ചുങ്ങളെ കൊണ്ടുപോയി. ഒറിജിനൽ ഇത്. ഇപ്പോഴും ഹോട്ടലിൽ വിട്ട് ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എന്തോ ആവട്ടെ. ഒരു കുഴിമന്തിക്ക് വേണ്ടി എന്നെ വിളിക്കുമായിരുന്നു, കുടിച്ച് 4-ാം കാലിൽ. അവൻ്റെ പെണ്ണുമ്പിളായിട്ട് പിണങ്ങിപ്പോയ സമയത്ത് അവൻ നിരന്തരം വിളിച്ച്, നമ്പർ അറിയില്ല, എടുത്ത്, എനിക്ക് ട്രൂ കോളർ അതൊന്നുമില്ല. അവൻ കത്ത് വരെ അവൾ എഴുതി വെച്ച പോയ കത്ത് വരെ എന്നെ അയച്ചു തന്നു. ഞാൻ അറിയാതെ രഹസ്യമായിട്ട് ഉമ്മ അവനെ വിളിയുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ത് തള്ളേ? നിങ്ങൾക്കൊരു ടച്ചിൻ്റെ സെറ്റുണ്ട്, എൻ്റെ വാപ്പയ്ക്കൊരു ടോർച്ച് സെറ്റാണ് ഒന്ന്. നിങ്ങൾ ഇതൊക്കെ എവിടെ കൊണ്ട് തീർക്കും തള്ളേ? നിങ്ങൾ മോളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറ്റത് ചെയ്യും. നമ്മളെ പബ്ലിക്കിലേ നമ്മൾ പറഞ്ഞതൊന്നും വേണ്ട. അവൾ പറഞ്ഞതും അവൾ ചെയ്തതും അവൾ കാണിക്കുന്നതും 2-2.5 വർഷം കൊണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട്. ഞാൻ പൂട്ടിയിട്ടിട്ടാണ് മക്കളെ പണിക്ക് പോകുന്നത്. കാരണം നോക്കാൻ ആരുമില്ല. ഈ തള്ളേരെ സംരക്ഷണമില്ല. ഈ തള്ള ഷംസുവിൻ്റെ കൂടെ, സനോഫറിൻ്റെ കൂടെ, ഈ തള്ള വരണേൻ്റെ എന്നാണ് സനോഫറിൻ്റെ വീട്ടിൽ വിഷയം ഉണ്ടാകുന്നത്. പിന്നെ തള്ള ബോധം കെട്ടുകൊണ്ട് എവിടെയും തള്ള പ്രശ്നം ഉണ്ടാക്കും. തള്ളേരെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് പഞ്ചായത്തുകാരൊന്ന് തിരഞ്ഞന്വേഷിച്ച് നോക്കിയാണ് എൻ്റെ മോൾ സുരക്ഷിതമാണെന്ന്. എനിക്ക് അവളവിടെ നിൽക്കണോണ്ടൊന്നും കുഴപ്പമില്ല. അവൾ CBSE അവൾക്ക് പഠിക്കാൻ പറ്റില്ല. CBSE എന്ന് പറഞ്ഞാൽ ഇത്തിരി എഫക്റ്റ് എടുത്ത്, അതായത് നല്ല ടഫായിട്ട് ഇരുന്നിടങ്ങ് പഠിക്കണം. അതെന്ന് വെച്ചാൽ നാളെ വേറെന്നൊന്നില്ല, ഒരു അടിസ്ഥാനം കൊടുത്ത് അവൾ അങ്ങോട്ട് പോകും. ഇപ്പം അവളെ ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങോട്ടാക്കുമ്പം അവൾക്ക് മൊത്തത്തിലങ്ങ് മാറുകയാണ്. അവൾ ഓണപരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ അങ്ങൾക്കറിയാം. ഞാൻ വീണ്ടും വീണ്ടും വേണ്ടാന്ന് വയ്ക്കുമ്പോഴും മനസ്സ് അവളിലോട്ട് പിടിച്ച് അടുപ്പിക്കുകയാണ്. അവരെന്തിനെന്നറിയാമോ? എന്നിലുള്ള വ്യക്തി വൈരാഗ്യം. ഷാനിപ്പോൾ 2ാമത് വന്ന് കൂടിയില്ലേ? എന്നിലുള്ള വ്യക്തി വൈരാഗ്യം മോളുമായിട്ട് തീർക്കുകയാണ്. പക്ഷേ നഷ്ടമാർക്കെന്നറിയാമോ? എനിക്കല്ല, നിങ്ങൾക്കാണ്. നിങ്ങളെ 2 ആൺമക്കൾ നിങ്ങൾക്ക് ചിലവിന് തരുന്നുണ്ടാ? തരൂല. കാരണം എന്താണെന്നറിയാമോ? അങ്ങനത്തെ നാക്കാണ്. ഇവിടെ കയറി ഷാന അടിച്ചെൻ്റെ തള്ള കല്ലുറക്കി എറിഞ്ഞു. എൻ്റെ വാപ്പ അടിച്ചിട്ടില്ല ഷാന. ഇങ്ങനെ കോളറിലൊക്കെ പിടിച്ചതേ. നിങ്ങളെ ആരും കുടിക്കൂല? പറയട്ടെ ബാക്കി കാര്യങ്ങൾ. ഞാൻ പോലീസ് പള്ളിക്ക് സ്റ്റേഷനിൽ പറഞ്ഞ് 3 മക്കളെയും കഴിഞ്ഞ മാസവും പറഞ്ഞതാണ്. അവളെ സംരക്ഷണയിലാണ്. ഇപ്പം മോളെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പണ്ടങ്ങാണ്ട് അടിച്ച കാര്യം വെച്ച് വാടക വീട്ടിൽ കിടന്ന് 2ാം ക്ലാസ്സിൽ വെച്ച് അടിച്ച കാര്യം പറഞ്ഞു. ഉമ്മച്ചിയെ പേടിയാണെന്ന് പറഞ്ഞു. എങ്കിൽ മറ്റ് 2 ആമക്കൾ പറയണമല്ലോ, അവന്മാരാണ് പൊടിക്കുകയാണ്. പക്ഷേ യവന്മാരുടെ അടുത്ത് കള്ളം പറഞ്ഞാൽ ഏക്കൂല, അവളടുത്ത് പറഞ്ഞാൽ ഏക്കും. അവൾ അതുപോലെ പറയും. വളർന്നോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, റഹീം വാടകയ്ക്ക് കിടക്കുന്ന റഹീം ചിലവിന് കൊടുക്കുമെന്നാണ്. എങ്കിൽ ആ എഗ്രിമെൻറ്റിൽ എഴുതുമായിരുന്നല്ല. തള്ളയ്ക്ക് എന്തിനാണ് റഹീമുമായിട്ട് ബന്ധം വയ്ക്കുന്ന? എൻ്റെ ഒരു വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഒരു അന്യപുരുഷൻ തന്നെയാണ് നിങ്ങൾക്ക്. അവൾ ഷാൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? റഹീമിനെ അടിച്ചിട്ടുണ്ട്, റഹീമിൻ്റെ നിന്ന് ചവിട്ട് കിട്ടി എങ്ങൾക്കല്ലേ. നിങ്ങൾ വന്നതിൻ്റെ എന്നാണ് അവിടെ വീണ്ടും പ്രശ്നമാവുന്നത്. റഹീം ഷംസുവിൻ്റെ കാര്യം അങ്ങനെ തന്നെ. നിങ്ങൾ 40-ന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും എന്തുകൊണ്ടാണ്? ഷംസിന് സമാധാനം കൊടുക്കില്ല. എനിക്കൊരു പേരിലൊരു അന്വേഷണം കിട്ടിയിട്ടില്ല ഈ മിസലിമോൻ്റെ നേരത്ത്. ഷംസും തള്ളയും ഭയങ്കര അടിയും ബഹളമായിരുന്നു. അതൊക്കെ അറിയാവുന്നതാണ് എല്ലാവർക്കും. എൻ്റെ മോക്ക് ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞ് എൻ്റെ മോൾ ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടാൻ. എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് വിട്ടുകൊടുത്തപ്പോൾ വിട്ടുകൊടുക്കല്ലേ, നീ വിട്ടുകൊടുക്കല്ലേ എന്ന്. മോളെ രാത്രിക്ക് രാമായണം ഇരുത്തി എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ സ്കൂളിൽ ചേർത്ത്, ഉമ്മച്ചി ഇങ്ങനെയാണ് അവൾ, ഇവർ പറയുന്ന കള്ളത്തിൽ നുള്ളി. എന്നിട്ട്
സബ്സ്ക്രൈബേഴ്സ് മൊത്തം വിളിച്ചു പറഞ്ഞു ഇന്നലെ പായസം കുടിക്കണ കണ്ട്. കൊണ്ടുപോട്ടല്ലേ, വളർത്തിക്കോട്ടെ. എന്നെ വളർത്തിയില്ലല്ല, റബ്ബറും വെട്ടില്ല, തെണ്ടി പറക്കിയാണ് കഴിയണത്. അവരെന്നെ പറഞ്ഞല്ല നാട്ടുകാരേന്ന്. അതുപോലെ ആര് കൊടുക്കാണ്ട്? അനിയൻ എൻ്റെ നിന്ന് മേടിച്ച പൈസ പോലും തരാൻ പറ്റുന്നില്ല. പിന്നെ മറ്റേ ചെറുക്കനൊരു കൂലിപ്പണി, അവൻ്റെ കുടുംബമുണ്ട്. എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? എങ്ങനെ കൊച്ചിനെ വിദ്യാഭ്യാസം ചെയ്യും? 18 വയസ്സാകുമ്പം 50 പവനിട്ട് കെട്ടിക്കുന്നു. എന്നെ എല്ലാവരുടെ അടുത്ത് ഇരന്നാണ് കെട്ടിയത്. എന്നിട്ട് ഇവരൊക്കെ തന്നെ എല്ലാ സ്വർണ്ണങ്ങളും കൊണ്ടുവരും. ആദ്യത്തോ 7 പവൻ കൊണ്ട്. അവൻ ഈ സ്വർണം വിൽക്കാൻ കാരണം ഈ തള്ളയാണ്. റഹീമിന് കൊടു 7 പവൻ. ഞാൻ ബന്ധം തീർന്ന് നിൽക്കുമ്പോഴേ ഇവനും തമ്മിൽ വിളിയുണ്ടായിരുന്നു. പലതവണ ഞാൻ വിലക്കിയതാണ്. യവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഉമ്മയാണ് എന്നെ അങ്ങോട്ട് വിളിക്കണേന്ന്. ഞാൻ അവളെ ഒന്നും ചെയ്യത്തൊന്നുമില്ല, അവരോട് തന്നെ നിന്നോട്ടെ വളർന്നോട്ടെ. പക്ഷെ വിദ്യാഭ്യാസം ചെയ്യേണ്ടിയുള്ള ഇതില്ലേ. ഞാൻ അറിയാതെ രക്ഷാർത്ഥാത് ജീവിച്ചിരിക്കവേ, ഒരു സ്കൂളിൽ പഠിക്കവേ ഞാൻ അറിയാതെ അവിടെ കൊണ്ടുവന്ന് ചേർത്ത് 13,000 രൂപ ഞാൻ ഷെറിൽ കൊടുക്കണ്ടേ. എന്നറിയാമോ? എൻ്റെ കയ്യിൽ നിന്ന് 15,000 രൂപ പഠിച്ച് ഞാൻ സ്കൂളിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ നീ തള്ള തന്നിട്ടില്ല. പക്ഷെ മാർച്ചിൽ അവൾ പോയിട്ടില്ല കേട്ടാ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ന്യൂമോണിയായി, അവൾക്ക് വയ്യാതായി, പിന്നെ എക്സാം എഴുതിപ്പിച്ചില്ല. പറ്റിട്ടില്ല എന്ന് കൂട്ടാൻ പറ്റുന്നില്ല. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.